എന്താ ഡോക്ടറെ, കുഞ്ഞിന് സുഖമില്ലേ? അവളിങ്ങനെയാ, രാത്രി ആയ കരയും. ശിവൻകുട്ടി കിടക്കുന്നില്ലേ? ഓ, എന്റെ കാര്യം പോക്കാ ഡോക്ടർ. ഒരു മനസമാധാനവും ഇല്ല. മനസമാധാനം കിട്ടാൻ ഒരുപാട് വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചാൽ കൊളസ്ട്രോൾ ഒക്കെ ഒഴുകി പോകുമെന്ന് വൈദ്യര് പറഞ്ഞു. നേരാണോ ഡോക്ടർ? നേരാ. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, രാത്രിയിൽ ഒരുപാട് തവണ മുള്ളാൻ എണീക്കണം. അതാ കഷ്ടം. ഉറക്കവും വരികയല്ല. ഞാനൊന്ന് മുള്ളി വെച്ച് എന്നാ തോന്നുന്നു. അവന്റെ ഒരു കത്തപ്പെടുക്കല്. സാറേ, പാല് റെഡി. ഉണർത്തി കൊടുക്കണോ അതോ ഉണർന്നിട്ട് കൊടുത്താ മതിയോ? നീ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. ആ സാധനം അവിടെ വെക്കണ. ഇത് ഞാൻ ചോദിച്ചിട്ട് നേരം കുറയല്ലേ? ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചൊരുത്തി തരാം. ഞാൻ എന്താ പശുവോ? സാർ എങ്ങനെയും കുഞ്ഞിനെ ചേച്ചിയുടെ അടുത്ത് എത്തിക്ക്. ഇത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ചേച്ചിയുടെ കയ്യിലേ ഇതിനേക്കാളും നല്ല ബെസ്റ്റ് കുപ്പിയുണ്ട്. കുഞ്ഞിന് അതാ വേണ്ടത്. നീ വാ. മായയോട് ഞാൻ പിന്നാമ്പുറത്തെ വാതില് സാക്ഷിയിടാതെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കുഞ്ഞിനെ അവളുടെ കൈ കൊടുത്തിട്ട് വേഗം വരാൻ വാ. എന്നാ പിന്നെ സാറും അവിടെ കിടന്ന് സൗകര്യം പോലെ വന്നാ മതി. കുഞ്ഞിനും ചൂട് കിട്ടും, പിന്നെ സാറിനും. അവളെന്റെ ഭാര്യ, അതുകൊണ്ട് കൂടുതൽ കോമഡി വേണ്ട. വാ. ഈശ്വരാ, ആ വാതിലൊന്നും തുറന്നു വെക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതാരാ ഈ സമയത്ത് പൈപ്പ് തുറന്നിട്ട്? മുത്തച്ഛനായിരിക്കും. പോട്ടെ, കൊളസ്ട്രോൾ മുഴുവനും പോട്ടെ. അവന്റെ ഒരു ഒടുക്കത്തെ വെള്ളം കുടി. ഇവൻ നേരെ വെളുക്കുന്നത് പൈപ്പ് തുറന്നു വെച്ചു. ഇന്നിനകത്ത് കടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. രാത്രി ഇങ്ങനെ ബഹളം വെച്ച് നടക്കാതെ ഒരു സ്ഥലത്ത് അടങ്ങി കിടന്നൂടെ? ബാക്കിയുള്ളവർക്ക് ഉറങ്ങണം. ഉറങ്ങിക്കോളൂ. ഈ പാവ ശിവൻകുട്ടിയുടെ നേരെ മായയുടെ മനസ്സ് എന്നും ഉറങ്ങിക്കിടന്നിട്ടേ ഉള്ളൂ. അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിന് മാപ്പ് പറയാൻ പോലും സമ്മതിക്കാതെ മായ എന്നിൽ നിന്നും മുഖം തിരിച്ചു നടന്നു. മരണം മുന്നിൽ കാണുന്ന ഈ പാവത്തിനെ മായ തെറ്റിദ്ധരിച്ചു. സാരമില്ല. കൊളസ്ട്രോൾ നിറഞ്ഞ ഈ ഹൃദയത്തെ സ്നേഹിക്കാൻ ചെമ്പരത്തിപ്പൂ പോലെ ഹൃദയമുള്ള ഒരു പെൺകുട്ടി ഈ നാട്ടിൽ തന്നെയുണ്ട്. വൈകാതെ മായക്കത് മനസ്സിലാവും. ഗുഡ് നൈറ്റ്. സോറി, ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ വെളുപ്പിനെ 4 മണി. എന്റെ അടുത്ത വെള്ളം കൂടി കൃത്യം 4:10 തുടങ്ങണം. ഉറങ്ങിക്കോളൂ. പേടിക്കണ്ട. നീ അമ്പലത്തിൽ പോയിട്ട് വരാൻ എന്തായാലും 1 മണിക്കൂർ സമയമെടുക്കും. അതുവരെ മോൾക്ക് നന്നായിട്ട് പാല് കൊടുക്ക്. പ്രസാദമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചേക്കാം. മോള് പോകുന്നത് അറിഞ്ഞിരുന്നെങ്കിലേ മുത്തച്ഛനോട് അമ്പലത്തിൽ വന്നേനെ. അത്ര ദൂരമൊന്നും നടക്കാൻ മുത്തച്ഛന് ഇപ്പൊ പറ്റില്ല. കുറച്ചു ദിവസം കഴിയട്ടെ, ഞാൻ കൊണ്ടുപോവാം. മോളുടെ പേരിൽ ഒരു ഗണപതി ഹോമം നടത്തണമെന്ന് മുത്തച്ഛൻ എന്ന് വിചാരിച്ചതാ. അപ്പോഴത്തേക്കും ഗോവിന്ദൻകുട്ടിയുടെ കത്ത് വന്നു. ഞാൻ പറയാതെ തന്നെ മോക്കത് അറിയാമല്ലോ. സേതുമാധവന്റെ ഫോട്ടോ അയച്ചു തരാമെന്ന് അവൻ എഴുതിയിട്ടുണ്ട്. ആ ഡോക്ടറുടെ ഭാര്യ ഒരു വക്കീലാണെന്നല്ലേ പറഞ്ഞത്. അവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മുത്തച്ഛ? മോളോട് പറഞ്ഞാല് മോളത് പറയാൻ സമ്മതിക്കത്തില്ല.
മുത്തശ്ശൻ എന്നോട് വക്കീൽ ഇവിടെ ഉണ്ടോ നോക്കി വരാൻ പറഞ്ഞു. ഏത് വക്കീലിനെ? ചേട്ടന്റെ വക്കീലിനെ, മാനസേശ്വരി ഗുപ്തേ. കിട്ടിയ ജെൻസിനെ ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു. മോളെവിടെ? ഇനി വന്നേ. എന്നിട്ട് ഡോക്ടർക്കറിയോ, മുത്തശ്ശൻ എന്ത് പറഞ്ഞാലും ആ ഇംഗ്ലണ്ടുകാരൻ എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടം ശിവൻകുട്ടിയേട്ടനെയാ. കുറെ വിഡിത്തം പറച്ചിലും കുട്ടിക്കളിയും ഉണ്ടെങ്കിലും ശിവൻകുട്ടിയേട്ടൻ വെറും പാവ. അപ്പൊ മായയാണെന്നും പറഞ്ഞ് ശിവൻകുട്ടി എന്റെ ഭാര്യയെ കയറി പിടിച്ചത് വെറുതെ അല്ല. മാനസേശ്വരി, മാനസേശ്വരി, എന്താ പൂച്ച കലവടയ്ക്കെന്ന് പറയണത് വെറുതെ അല്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ഇക്കാര്യം ശിവൻകുട്ടി അറിയാത്തത് നമ്മുടെയൊക്കെ ഭാഗ്യം. കല്ല് വെട്ടാനുണ്ടോ? കല്ല് അമ്മിക്കല്ല് വെട്ട. ഇത്രയും കാലം കൊണ്ട് ശിവൻകുട്ടി ചേട്ടൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവുന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു പെണ്ണിന്റെ മനസ്സിലേക്ക് എത്തി നോക്കാനുള്ള ചങ്കൂറ്റം ശിവൻകുട്ടി ചേട്ടൻ കാണിച്ചില്ല. വസുമതി അങ്ങനെ പറയരുത്. ഞാൻ എത്തി നോക്കി, പക്ഷെ വസുമതി എനിക്ക് അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഓ, ബോംബെയിലേക്ക് എത്തി നോക്കിയ ഈ വസുമതി എവിടെ കാണാനാ? വാക്കുകളാകുന്ന ബ്ലേഡുകൾ കൊണ്ട് എന്റെ ഹൃദയത്തെ കീറി മുറിക്കാതിരിക്കും വസുമതി. ആ, അവിടെ ബോംബെന്ന് മായ വന്നു അറിഞ്ഞു. മായ മാത്രമല്ല, വേറൊരു മാനസേശ്വരിയും കൂടി വന്നിട്ടുണ്ട്. രണ്ടും ഒരൊറ്റ തന്തയ്ക്ക് പിറന്നാണെന്നേ പറയും. എനിക്ക് രണ്ടാളെയും പേടിയാ. രണ്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നേ. വെറുതെ എന്തിനാ ഞാൻ ചീത്തപ്പേരി എത്തിക്കുന്നേ? അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് മറന്നു വസുമതി. ഇനി മായയും വേണ്ട, മായ ജാലവും വേണ്ട. പറ്റുമോ? പാവക്കുട്ടിയോ? പിടിച്ചോ. നമ്മുടെ പാവക്കുട്ടിയെ തട്ടിയെടുത്ത മായ എന്ന പെൺകുട്ടിയുടെ വീടാണിത്. പാവക്കുട്ടി ഇവിടെ ഉണ്ട്. നമുക്ക് തട്ടിയെടുക്കാം. ചാടിക്കോ. എനിക്കെന്നും പുറത്തു കിടക്കാൻ പറ്റില്ലല്ലോ ഈശ്വര. അവന്റെ ഒരു ഒടുക്കലത്ത വെള്ളം കൂടി തീരുന്ന ലക്ഷണമില്ല. നീ ഒരു കാര്യം ചെയ്. ഒരു കടലാസ് എടുത്ത് അതിന് മുൻവശത്തെ വാതിൽ തുറക്കുന്ന ഒരു മെസ്സേജ് എഴുതി ഒരു കല്ലെടുത്ത് ചുരുട്ടി മായയുടെ മുറിയിലേക്ക് എറിയ. അവൾ വാതിൽ തുറക്കും. നമുക്ക് അതിലൂടെ കയറാം. അയ്യോ, വെള്ളം ദാഹിച്ചിട്ട് വയ്യ. ഇത് വെള്ളം കുടിക്കുന്ന നേരമാണ് നമുക്ക്. ഇതെന്താ ഹോട്ട് വാട്ടറോ? ഒരുമാതിരി അരിഷ്ടത്തിന്റെ മണം. ഈ വെള്ളം എന്താ ഇങ്ങനെ? പാപ്പാ, മോനെ ആൽഫ്രഡേ, മോൻ ബഹളം വെക്കാതെ വിടുന്നില്ലേ? ബാപ്പു പോയി പാവക്കുട്ടി എടുത്തിട്ട് വരാം. ഉമ്മ. ഞാൻ ഇനി മുൻവശത്തെ വാതിൽ തുറക്ക്. ഞാനിതാ കാത്തിരിക്കുന്നു. മോളെ, മോളെ, എന്താ? ദേ കത്ത് വന്നിട്ടുണ്ട്. വാതിൽ തുറന്നു കൊടുക്കാൻ. അകത്തേക്ക് വന്നോളാം. എന്താ? സത്യം പറ ചെറ്റേ. വാതിൽ തുറന്നു കൊടുക്കാൻ. അല്ലെങ്കിൽ വേണ്ട, അവനെ കൊന്നിട്ട് ഞാൻ നിന്നെ കൊല്ലാം. നീ ആരടി? നീ ചെറ്റേ, ഇത്തിരി മൂത്ത പോയെന്ന് വെച്ച് എനിക്കെന്തായാലും ഒരു കുറവ്. എന്തായി? 4-5 കടലാസ് എല്ലാ മുറിയിലും പറത്തിയിട്ടുണ്ട്. ചാച്ചിയുടെ മുറി അതാണെന്ന് ഒരു പിടിയില്ല. കഷ്ടമല്ല. കിട്ടിയോ? ഇല്ലെന്ന്. വാതിലൊന്നും തുറന്നു കിട്ടില്ല. ഏതാടാ ഒരു സ്ത്രീ? യക്ഷിയാണെന്ന് തോന്നുന്നു. വല്ലാത്ത ശബ്ദം.
എന്റെ വസുമതി. ആശ്രയിച്ചോടെ എവിടെ ഞാനില്ലേ? ചേച്ചി ചേച്ചി ഈ ചേച്ചിയുടെ പേരെന്താ? ഇതാര്?